ഹലോ ഫ്രണ്ട്സ്, ജെമിനി പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം നമ്മുടെ ചന്ദ്ര സത്യങ്ങളൊക്കെ അറിയുന്ന ഒരു എപ്പിസോഡാണ്. സച്ചി അങ്ങ് വെറുത്തിരിക്കുകയാണ് ചന്ദ്ര ചെറുപ്പം മുതൽ. എന്നാൽ അതിനൊക്കെ കാരണം സ്തുതിയാണെന്നും സച്ചി ഒരു തെറ്റുകാരനൊന്നും അല്ലാന്നുമുള്ള കാര്യം അറിയാം. അപ്പോൾ ചന്ദ്രയ്ക്ക് പിന്നെ അതങ്ങ് സഹിക്കാൻ പറ്റാതെ ആവുകയാണ് കേട്ടോ. നമ്മുടെ ആമിയാണ് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അത് ആദ്യമേ തന്നെ രേവതിയോട് പറയാണ്. അപ്പം രേവതിയോട് പറയുമ്പോഴാണ് ചന്ദ്ര ഇത് കേൾക്കുന്നത്. ചന്ദ്ര കുതിച്ചാടി വന്ന് ചോദിക്കുമ്പം അതിനും മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ആമി. അത് കേട്ട് കഴിയുമ്പം ചന്ദ്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ സച്ചിയെ ഇത്രയധികം വെറുത്തല്ലോ, സച്ചിയോട് എന്തുമാത്രം ദ്രോഹങ്ങൾ ഞാൻ ചെയ്തതെന്നൊക്കെ ഓർത്ത് ചന്ദ്ര വിലപിക്കുകയാണ്. അതുപോലെ തന്നെ സച്ചിയോട് നേരിട്ട് തന്നെ കാലി വീണ് തന്നെ നമ്മുടെ ചന്ദ്ര മാപ്പ് ചോദിക്കുന്ന ഒരു അസുലഭ നിമിഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആമി മൊത്തത്തിൽ കുസൃതിയായിട്ടിരിക്കുകയാണ് കേട്ടോ. ചന്ദ്രോദയത്തിൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ആമി ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആകെപ്പാടെ ഇളക്കമായിരിക്കുകയാണ്. ആ സ്ട്രിക്ട്നെസ് എല്ലാം പോയി കളിച്ചിരികളും തമാശകളും ഒക്കെ നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ആമി ഭയങ്കര സന്തോഷത്തിൽ സച്ചി പിടിക്കുമെന്നുള്ള ധാരണയിൽ വീഴുകയൊക്കെ ചെയ്യുമ്പം സച്ചി പിടിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ രേവതി ഒത്തിരി കളിയൊക്കെ ചിരിക്കുന്നുണ്ട്. എന്താ നീ വിചാരിച്ചേ, സച്ചിയേട്ടൻ നിന്നെ പിടിക്കുമെന്നോ? സച്ചിയേട്ടൻ നിന്നെ പിടിക്കില്ല മോളെ, ഇനിയിപ്പോൾ സച്ചിയേട്ടൻ പിടിക്കുമെന്ന് ഓർത്തേ എവിടെയും ചെന്ന് ചാടാനൊന്നും മോള് നിൽക്കണ്ട കേട്ടോ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അങ്ങനെ ആമിയും രേവതിയും കൂടെ ഒരു നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നല്ല സ്നേഹത്തോടെ തന്നെ അവർ മുന്നോട്ട് പോവുക. എന്നാൽ നമ്മുടെ ശ്രുതിക്കും ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല. കാരണം ശ്രുതിയാണെങ്കിൽ ആമിയുടെ പുറകെ നടന്ന് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നടക്കുകയാണ്. ആമി അങ്ങോട്ട് പോകുന്നുണ്ടോ, ഇങ്ങോട്ട് പോകുന്നുണ്ടോ, എന്താ ചെയ്യുന്നത്, ആരെയാ ഫോൺ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ നോക്കി നടക്കുക നമ്മുടെ ശ്രുതിക്കും പേടി എന്താണെന്ന് വെച്ചാൽ ആമിയ നീലിമയുടെ ഫ്രണ്ടായിരിക്കുക എന്നാണ്. നീലിമ പറഞ്ഞു വിട്ടിട്ട് ഈ കള്ളത്തരം വീട്ടിൽ വന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതായിരിക്കും ആമി. എല്ലാ കള്ളത്തരങ്ങളും ആമി ഇവിടെ പൊട്ടിക്കുക എന്നുള്ള ഒരു പേടിയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അവരിങ്ങനെ നടക്കുന്നത്. എങ്ങനെ ആമിയെ പറഞ്ഞു വിടണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് ശ്രുതിയും ഇങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ ശ്രുതി പല പ്രാവശ്യം ചെന്ന് രേവതിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആമിയെ അധികമൊന്നും അടുപ്പിക്കാൻ നിൽക്കരുതേ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള എല്ലാ പണിയും രേവതി നീ നോക്കണം, ഇല്ലെങ്കിലേ സച്ചിയും കൊണ്ടേ അവൾ പോവുള്ളൂ. പഴയ കളിക്കൂട്ടുകാരിയാണെന്നുള്ള കാര്യം വെച്ച് അവളിപ്പോൾ സച്ചിയുടെ മേലെ കൂടുതൽ അധികാരമൊക്കെ എടുക്കുന്നുണ്ട്. നീ കാണുന്നില്ലേ രേവതി, സച്ചിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. നീ ഇല്ലാത്ത സമയത്ത് അവർ കൂടുതൽ അടുത്ത് ഇടപഴകുന്നുണ്ട്. ഞാൻ പലപ്പോഴും അത് നോക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരുത്തിയെ നീ കൂടുതൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ അവൾ കാനഡയ്ക്ക് തിരിച്ചു പോകുമ്പോഴേ അവനെയും ചിലപ്പോൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞു കൊടുക്കുക ശ്രുതി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത്, സച്ചിയേട്ടൻ അങ്ങനൊന്നും ചെയ്യില്ല, അവർ ഫ്രണ്ട്സ് അല്ലേ. അത് മാത്രമല്ല ആമി ഉടനെ അങ്ങ് പോവില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ വിടണം, അല്ലാതെ ഒരു ദിവസം കൂടുതൽ ഇവിടെ നിൽക്കട്ടെ എന്ന് രേവതി വിചാരിക്കരുത്. നഷ്ടം എനിക്കല്ല രേവതിക്കാ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് എരിപിരി കയറ്റി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിലും നമ്മുടെ നീലിമ വിളിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയും. അപ്പോൾ ശ്രുതി ഫോൺ എടുക്കുക. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നതാ? അപ്പോൾ എൻ്റെ പണത്തിൻ്റെ കാര്യം എന്തായി? നീ ആ പണം തന്നിട്ട് വേണം ആ പ്രോപ്പർട്ടി എനിക്ക് വാങ്ങാൻ. ആ പ്രോപ്പർട്ടിയിൽ എഗ്രിമെൻ്റ് എഴുതിയിട്ടേ ഞാൻ പോവുള്ളൂ, അല്ലാതെ എനിക്കിനി കാനഡയിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണം തരാൻ പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ അധികാരഭാവത്തിൽ പറയുന്നത്? അത് നിൻ്റെ പണമൊന്നും അല്ലല്ലോ, എൻ്റെ അച്ഛൻ ജോലി ചെയ്ത് കിട്ടിയ പണമാണ്. അത് ഞാൻ നിനക്ക് തരണമെന്ന് പറയാൻ നിനക്കെന്താ അവകാശം? അപ്പോഴേക്കും പറയുന്നുണ്ട് നീലിമ, നീ എന്നോട് കൂടുതൽ അവകാശത്തിൻ്റെ കഥയൊന്നും പറയണ്ട. ആ പണം നിനക്ക് ഞാൻ തന്നിട്ടിപ്പം എത്ര മാസങ്ങളായി? എന്നിട്ട് ആ പണം കിട്ടിയെന്ന് നീ നിൻ്റെ വീട്ടിൽ പറഞ്ഞോ? നിൻ്റെ സഹോദരന്മാർക്ക് അതിൻ്റെ വീതം കൊടുത്തോ? എന്തിന്? നിൻ്റെ അച്ഛനോടോ അമ്മയോടോ പോലും പറഞ്ഞോ നഷ്ടപ്പെട്ട പണം കിട്ടിയെന്ന്? ഇപ്പോഴും ആ പണം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും പറഞ്ഞല്ലേ അവരിയ്ക്കുന്നത്. മാത്രമല്ല മോനെ, നിൻ്റെ ഭാര്യയുടെ അച്ഛൻ മലേഷ്യ നയിച്ചു തന്നാന്നും പറഞ്ഞ് നീ കട തുടങ്ങിയില്ലേ? ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് പണം തരാനില്ലെങ്കിൽ ആ കട അതെൻ്റെ പേരിൽ അങ്ങ് എഴുതി തന്നേക്ക്. അപ്പം പിന്നെ പ്രശ്നമില്ല, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുകയും ചെയ്യും. പിന്നെ അതൊന്നും നടക്കില്ല. കട നിൻ്റെ പേരിൽ ഞാൻ എഴുതി തന്ന ഞാൻ വീട്ടിലെന്ത് പറയും? അച്ഛനും അമ്മയും എല്ലാവരും ചോദിക്കില്ലേ കട എന്താ നിർത്തിയതെന്ന്? അതിന് ഞാൻ എന്ത് മറുപടി പറയും? ഓ, അപ്പോൾ അതിന് മറുപടി പറയാനില്ലെങ്കിൽ എടാ കട അങ്ങ് പൊട്ടിപ്പോയെന്ന് പറ. ബിസിനസ്സൊക്കെ ആകുമ്പോൾ അങ്ങ് തകർന്നൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അങ്ങ് പോയെന്നൊക്കെ അങ്ങ് നീ പറഞ്ഞു കൊടുക്ക് എന്ന് പറയുമ്പം ശ്രുതി പറയുന്നുണ്ട്, ഇല്ല അതൊന്നും നടക്കില്ല നീലിമയെന്ന് പറയാൻ.
നടക്കില്ലെങ്കിലേ നീ നോക്കിക്കൂ, നിന്റെ കാര്യം താമസിക്കാതെ തന്നെ വീട്ടിൽ അഴിഞ്ഞു വീഴും. നിന്റെ മുഖംമൂടി അങ്ങ് വീഴുമ്പം നിന്റെ സഹോദരങ്ങളും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ തൂക്കിയെടുത്ത് നിന്നെയും നിന്റെ ഭാര്യയും കൂടെ വെളിയിലിടും. കാരണം ഇത്രയും പണം നിനക്ക് കിട്ടിയിട്ട് നീ വീട്ടിൽ അറിയിച്ചുമില്ല, സ്വന്തം ഇഷ്ടത്തിന് ചെലവാക്കുകയും ചെയ്തു. പക്ഷേ എന്തൊക്കെ ആയാലും വീട്ടിൽ അറിയിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. പോകുന്നതിന് മുമ്പ് നിനക്ക് വേറെ പണി തന്നിട്ടേ പോവുള്ളൂ നീലിമ. അതുകൊണ്ട് നീ ഓർത്തോ, നിന്റെ ചുറ്റും എൻ്റെ ആളുകൾ വട്ടയിട്ട് പറക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം നേരെ നോക്കുന്നത് നമ്മുടെ ആമിയുടെ മുഖത്തേക്ക് ശ്രുതി ഞെട്ടിപ്പോവുക. ശ്രുതി ശരി എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക. എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയോട്, ശ്രുതി ഇത് കളി വേറെയാ, നീലിമ നമ്മളെ വിടുന്ന മട്ടൊന്നുമില്ല. പല പ്രാവശ്യം അവൾ വിളിച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തെങ്കിലും ഇപ്പം അവൾ ഭയങ്കര രൂക്ഷമായിട്ട് തന്നെയാണ് പറയുന്നത് അവളുടെ പണം തിരികെ കൊടുക്കണമെന്ന്. നമ്മൾ എങ്ങനെ കൊടുക്കും എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാ, പിന്നെ എങ്ങനെ കൊടുക്കാനാ, നമ്മുടെ കയ്യിൽ അത്രയും പണമൊന്നും കൊടുക്കാനില്ല, അതുകൊണ്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അവൾ അവിടെ കിടന്ന് ഭീഷണിപ്പെടുത്തട്ടെ എന്ന് പറയാം. അപ്പം ശ്രുതി പറയാ, ശ്രുതി നീ അങ്ങനെ പറയാതെ നീ നിന്റെ അച്ഛനെ വിളിച്ച് ഒന്നുകൂടെ പറ. അച്ഛൻ അന്നോ നമുക്ക് കട തുടങ്ങാൻ പണം തന്നില്ല, ഇനിയെങ്കിലും ആ പണം ഒന്ന് തരാൻ പറ. നമ്മൾ ബിസിനസ് ചെയ്ത് ജീവിക്കണമെന്ന് അച്ഛനും ആഗ്രഹം കാണില്ലേ? നീ മലേഷ്യയിലോട്ട് വിളിച്ച് അച്ഛനോട് പറ ശ്രുതി. ശ്രുതി പറയാം, എന്താ ശ്രുതി ഈ പറയുന്നത്? മലേഷ്യയിലോട്ട് വിളിച്ചു പറയാനോ? അച്ഛൻ ജയിലിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. മലേഷ്യയിലെ ജയിലിൽ കിടക്കുന്ന അച്ഛനോട് ഞാനെങ്ങനെയാണ് പണം ചോദിക്കുന്നത് ശ്രുതി? എനിക്കെല്ലാം കൂടെ ആലോചിക്കുമ്പം ആകെപ്പാടെ ടെൻഷനാവുകയാണ്. അച്ഛൻ ആ ജയിലിൽ നിന്ന് ഇറങ്ങട്ടെ, അധികം താമസിക്കാതെ തന്നെ ഇറങ്ങും. അപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. പിന്നെ ആരും നമ്മളെ ഭരിക്കാൻ വരില്ല, നമ്മൾ കോടീശ്വരന്മാരായിട്ട് ജീവിക്കും. അതൊക്കെ ജീവിക്കണമെങ്കിൽ ആ നീലിമ എന്നെ വെച്ചിട്ടുണ്ടെങ്കിലല്ലേ ഉള്ളൂ. അവൾ എന്നെ കൊന്നിട്ടേ കാനഡയിലേക്ക് പോകുന്നതായി എനിക്കിപ്പോൾ പേടി. എൻ്റെ പൊന്നു ശ്രുതി, നീ ഒന്നും മിണ്ടാതിരിക്കുക, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അവളിപ്പോൾ കിടന്ന് ഈ ഭീഷണിപ്പെടുത്തുന്നതേ ഉള്ളൂ, അല്ലാതൊന്നും അവൾ ചെയ്യാൻ പോകുന്നില്ല. എനിക്കതല്ല ആമി, അവളും ഈ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. അവൾ ഈ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കുമോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് പേടി. അപ്പോഴേക്കും പറഞ്ഞു കൊടുക്കുക ശ്രുതി, ആമിയെ എത്രയും പെട്ടെന്ന് ഓടിക്കാനുള്ള വഴികളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. രേവതിയെ പല പണികളും ഒപ്പിച്ച് വിടുന്നുണ്ട്. എങ്ങനെയെങ്കിലും രേവതിയും സച്ചിയുമായിട്ട് പ്രശ്നം ഉണ്ടായാൽ ആമി ഇവിടുന്ന് കെട്ടി അങ്ങ് പൊക്കോളും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രേവതി മുറിക്കുള്ളിൽ ഇരിക്കുക കേട്ടോ. അതേസമയം ആമിയും സച്ചിയും കൂടെ ഒന്നിച്ചിരിക്കുന്ന കാണുമ്പോൾ പെട്ടെന്ന് രേവതിയുടെ അടുത്ത് എന്നേച്ച് പറയുന്നുണ്ട് ശ്രുതി, രേവതി നീ ഇങ്ങോട്ട് വാ, ഹോളിലേക്ക് വാ, ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറയാം. എന്താ ശ്രുതി എന്ന് ചോദിക്കുക. അത് രേവതി, നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം. ആ കാഴ്ച കാണുമ്പോൾ നീ ഞെട്ടിപ്പോവും. ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് നീ അപ്പം മനസ്സിലാക്കും എന്ന് പറയണം. അപ്പോൾ രേവതി ചോദിക്കുക, എന്ത് പറയാനാ ഇപ്പം എന്താ? നീ ഇവിടെ ഉറങ്ങുകയാണെന്ന് വെച്ചേ അവിടെ രണ്ടുപേരും കൂടെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രേവതി ചോദിക്കുക, എന്ത് കലാപരിപാടി തുടങ്ങിയെന്നാണ് പറയുന്നത്? ആരുടെ കാര്യമാണ് പറയുന്നത് ശ്രുതി എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയാ, അതെ സച്ചിയും അവൻ്റെ ബാല്യകാല സുഹൃത്തുണ്ടല്ലോ ആമി, അവളും കൂടെ അങ്ങ് ശൃംഗരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വാ, നിന്നെ ഞാൻ നേരിക്കൊണ്ട് കാണിക്കാമെന്ന് പറയാം. അപ്പോൾ രേവതി പറയാ, ശരി എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം ശ്രുതി എന്ന് പറയാം. അപ്പോൾ ശ്രുതി വീൽ ചെയറൊക്കെ തള്ളിക്കൊണ്ടുവന്ന് കാണിക്കുമ്പം ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉടനെ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എന്താ ഞാൻ ഈ കാണുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എല്ലാവരെയും വിളിക്കുക, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വേണം ഇതങ്ങ് തീർപ്പാക്കാൻ. ഈ വീട്ടിൽ അങ്ങനെയല്ലേ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചിറക്കുക. അച്ഛാ, അതുപോലെ തന്നെ വർഷേ, ശ്രീകാന്തേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക ശ്രുതി. എല്ലാവരും വന്ന് നിന്ന് കഴിയുമ്പോഴേക്കും ഇപ്പോൾ പറയും, രേവതി പറയുമെന്ന് പറയാം. അപ്പോൾ സച്ചി അന്ന് വിട്ടു പോവോ, രേവതി എന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമോ എന്ന് സച്ചിയും വിചാരിക്കുക കേട്ടോ. അപ്പോൾ രേവതി പറയാം, ഈ ശ്രുതിയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്ത് കാണിക്കാനാണെന്ന് അറിയാവോ അച്ഛാ? സച്ചിയേട്ടനും ആമിയും കൂടെ സംസാരിച്ചിരിക്കുന്ന കാണിക്കാൻ. അവർ തമ്മിൽ മറ്റെന്തോ തരത്തിലുള്ള ബന്ധമൊക്കെ ഉണ്ടെന്നാണ് ശ്രുതി പറയുന്നത്. അങ്ങനെ എന്നെ തള്ളി ഇവിടെ കൊണ്ടുവന്നേ. ഇപ്പോൾ അച്ഛൻ കണ്ടില്ലേ സച്ചിയേട്ടനും ആമിയും കൂടെ സംസാരിക്കുന്നത്? അച്ഛൻ എന്തെങ്കിലും തോന്നിയോ? അപ്പം രവി പറയുന്നുണ്ട്, ഇല്ല എനിക്കൊന്നും തോന്നിയില്ല. എന്നാൽ എനിക്കും ഒന്നും തോന്നിയില്ല, പക്ഷേ ഈ ശ്രുതിക്ക് അങ്ങനെയൊക്കെ തോന്നി. അപ്പോൾ സച്ചി പറയാം, ശ്രുതി നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നോക്കുന്നത്? ഞാൻ ആമിയുമായിട്ട് സംസാരിച്ചതിന് നീ എന്തിനാ രേവതിയുടെ അടുത്ത് നിന്ന് ഏഷണി കെട്ടിക്കൊടുത്തത്? അപ്പോൾ ശ്രുതി പറയാം, ഏഷണി അല്ലല്ലോ, കണ്ട കാര്യമല്ലേ ഞാൻ ചെന്ന് പറഞ്ഞത്. ഇതൊന്നും അത്ര ശരിയല്ല സച്ചി. ഇവള് വന്നപ്പോൾ തൊട്ട് ഞാൻ കാണുന്ന ഇവളിവിടെ കിടന്ന് കളിക്കുന്നതൊക്കെ ഇത് അത്ര നല്ല കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ രേവതിക്ക് തന്നെയാണ് നഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ സച്ചി പറയാം, രേവതിക്ക് നഷ്ടം ഉണ്ടായെങ്കിലേ അവൾ സഹിച്ചോളും, ഇതിൻ്റെ ഇടയിൽ കയറി ഏഷണി കൂട്ടാനൊന്നും ശ്രുതി വരണ്ടെന്ന് പറയാണ്. അപ്പോൾ ഉടനെ രവി ചോദിക്കുക, മോളെ രേവതി എന്താ ഇത്, നിനക്ക് സച്ചിയെ സംശയമാണോ? അവർ കളിക്കൂട്ടുകാരല്ലേ, പഴയ ഫ്രണ്ട്സ് അല്ലേ, അവരെന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടിയും പറഞ്ഞു വരുന്നെന്ന് വെച്ച് രേവതി മോൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി അറിയാം, എന്താ അച്ഛാ ഇത്? എല്ലാവരും കേട്ടു, എനിക്ക് സച്ചിയേട്ടനെ ഒരു സംശയം. സച്ചിയേട്ടൻ
എന്നെ സ്നേഹിക്കുന്ന പോലെ വേറെ ആരെയും സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതിനിപ്പം ആമിയോടല്ല ആരോട് സച്ചിയേട്ടൻ അടുത്തിടപഴകിയാലും സച്ചിയേട്ടനെ എനിക്ക് നന്നായിട്ടറിയാം. എന്നെ അന്ന് കാണാതെ പോയപ്പം ഞാൻ വരാൻ താമസിച്ചപ്പം എവിടെയെല്ലാം ഓടി നടന്നെന്നുള്ളത് നിങ്ങളെല്ലാം കണ്ടതല്ലേ? എന്തുമാത്രം ആ മനുഷ്യൻ വിഷമിച്ചു. എന്നിട്ട് ഇവിടെ ഓടി വന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന് ശ്വാസം നേരെ വീണത്. അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി എൻ്റെ കാല് വയ്യാതായപ്പം കണ്ടില്ലേ സച്ചിയേട്ടൻ്റെ മുഖത്തെ വിഷമം? എൻ്റെ എല്ലാ കാര്യങ്ങളും അടുത്തിരുന്ന് നോക്കി ഒരു കുഞ്ഞു കുട്ടിയെ പോലെ നോക്കുന്ന കണ്ടില്ലേ? ആ സച്ചിയേട്ടൻ എന്നോട് സ്നേഹമില്ലേ? ആ സച്ചിയേട്ടനെ കുറിച്ച് മോശമായ രീതിയിൽ എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. അങ്ങനെയൊന്നും ഒരാളല്ല, ഇനി ശ്രുതിയല്ല, ആര് വന്ന് പറഞ്ഞാലും ഞാനതൊന്നും വിശ്വസിക്കില്ല എന്ന് പറയാണ്. അപ്പം ശ്രുതി ആകെ പാടെ ചമ്മി നാറിപ്പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയാ, നീ വിശ്വസിക്കണ്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം നീ തന്നെ അങ്ങ് അനുഭവിച്ചോളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും രവി പറയും, എന്താ ശ്രുതി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്തിനാ? നിനക്ക് എന്താ ആമിയോട് ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുമ്പം രേവതി പറയാ, ആമിയെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ശ്രുതിക്ക് ഭയങ്കര തിടുക്ക. എപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ആമിയെ ഇവിടെ നിർത്തരുത്, എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടണം എന്നൊക്കെ. അതിനുള്ള കള്ളക്കളികളാണ് ശ്രുതി കളിക്കുന്നത്. അതുകൊണ്ടാ ഏഷണി കയറ്റി വിടുന്നത് എന്ന് പറയാ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രുതി പറയാ, രേവതിയോട് എന്ത് ഏഷണി കയറ്റി? കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പം ആമി പറയാ, ശരിയാ, എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് ശ്രുതിക്കും ഒക്കെ ഭയങ്കര ആഗ്രഹമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്താണെന്ന്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവരെന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, എൻ്റെ പുറകിൽ നിന്ന് മാറാതെ നടക്കുക. എന്താ ഇവരുടെ ഉള്ളിലുള്ള കാര്യമെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഞാൻ അങ്ങോട്ട് പോയാലും നോക്കും, ഇങ്ങോട്ട് പോയാലും നോക്കും, ആരെങ്കിലും ഫോൺ ചെയ്താലും ഒളിച്ചു നോക്കും. എന്താ ശ്രുതി ഇത് എന്ന് ചോദിക്കുമ്പം രവിയും ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇതൊക്കെ മോശമല്ലേ? ആമിയെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നത്, ആമി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോയാൽ ഇങ്ങനെ നോക്കുന്നത്, ആമിയായിട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പം ശ്രുതി ഇങ്ങനെ കണ്ണ് അള്ളി നിൽക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ആമി എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ, അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ, ഒരു കുടുംബം കലങ്ങല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ കയറി പോവാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ സോൾവ് ആയി. രേവതിക്കാണെങ്കിൽ സച്ചിയെ പൂർണ്ണ വിശ്വാസമാണ് കേട്ടോ. സച്ചിയും രേവതിയും കൂടെ അത് കഴിഞ്ഞ് സംസാരിക്കുക. അപ്പോൾ രേവതിയോട് സച്ചി പറയുന്നുണ്ട്, രേവതി, ഞാൻ ആമിയോട് അടുത്തിടപെടുന്നതിന് നിനക്ക് ശ്രുതി പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നിനക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നല്ലേ ആമി, നീ എന്നെ തെറ്റിദ്ധരിച്ചാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാം. അപ്പോൾ രേവതി പറയാം, എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല സച്ചിയേട്ടാ, എനിക്ക് സച്ചിയേട്ടനെ നന്നായിട്ടറിയാം. പിന്നെ ഇപ്പം കുറച്ച് ദിവസം കൊണ്ടാണേലും ആമിയെ നന്നായിട്ടറിയാം. ആമി എൻ്റെ ഒരു അനിയത്തി കുട്ടിയെ പോലെയല്ലേ. അങ്ങനെയുള്ള ഒരു ആളുമായിട്ട് സച്ചിയേട്ടനെ വെച്ച് മോശമായിട്ട് സംസാരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ആമിയും ഞാനും നല്ല ഫ്രണ്ട്സാണ്, നല്ല കുട്ടിയാണ് അവൾ. പിന്നെ സച്ചിയേട്ടൻ അവളോട് സംസാരിച്ചെന്ന് വെച്ച് ഞാൻ ഒരിക്കലും സച്ചിയേട്ടനെ തെറ്റിദ്ധരിക്കാനും പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാ, നീയെങ്കിലും എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ. ചെറുപ്പം തൊട്ടേ വീട്ടിലുള്ളവരും എല്ലാവരും എന്നെ ഇങ്ങനെ ഒഴിവാക്കിയും കുറ്റപ്പെടുത്തിയൊക്കെ ജീവിച്ചതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ട് മടുത്തെന്ന് പറയാണ്. അപ്പോൾ രേവതി പറയേ, എന്താ സച്ചിയേട്ടാ, ഞാൻ അല്ലെങ്കിൽ ചോദിക്കണമെന്ന് വെച്ചിരുന്നതാ, കുട്ടിക്കാലത്തെ സച്ചിയേട്ടനെ എന്താ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ഒഴിവാക്കി വിട്ടതെന്നുള്ള കാര്യം. ഇതിപ്പം ആമി വന്നല്ലോ, സച്ചിയേട്ടൻ്റെ ബാല്യകാല സഖി. ആമിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ചോദിക്കാനുണ്ട്. എന്താന്ന് വെച്ചാൽ സച്ചിയേട്ടനെ കുട്ടിക്കാലത്ത് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം. അപ്പോൾ സച്ചി പറയും, എൻ്റെ രേവതി, അതൊക്കെ അടഞ്ഞ അധ്യായവാ, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാനും ചെകഞ്ഞെടുക്കാനും ഒന്നും നീ പോകണ്ട. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അല്ല സച്ചിയേട്ടൻ എന്നോടൊന്ന് പറഞ്ഞാൽ എന്താ, തുറന്നു പറ, നമ്മൾ രണ്ടുപേരും പരസ്പരം അറിഞ്ഞ് ജീവിക്കുന്നവരല്ലേ. അപ്പോൾ സച്ചിയേട്ടനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് എനിക്കില്ലേന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാ, അതൊക്കെ ഞാൻ മറന്ന കാര്യങ്ങളാണ് രേവതി, നീ എന്നോട് ചോദിക്കരുത്. ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ എന്തായാലും ആമിയോട് അതിനെക്കുറിച്ച് ചോദിക്കും എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ രേവതി ആമിയോട് ചോദിക്കുന്നുണ്ട്, ആമി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സച്ചിയേട്ടനെ ആമിക്ക് ചെറുപ്പത്തൊട്ട് അറിയാവുന്നതല്ലേ, അപ്പോൾ ചെറുപ്പത്തിൽ എന്താ സച്ചിയേട്ടൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് ആമി എന്നോട് തുറന്നു പറയണം. കാരണം ഈ വീട്ടിൽ നിർത്താതെ സച്ചിയേട്ടനെ അച്ചമ്മയുടെ വീട്ടിൽ നിർത്തിയാണ് വളർത്തിയത്. അവിടെ നിന്ന് ശരിയായ വിദ്യാഭ്യാസം പോലും കിട്ടാതെയാണ് സച്ചിയേട്ടൻ വളർന്നത്. എന്നാൽ ശ്രുതിയും അതുപോലെ ശ്രീകാന്തും ഒക്കെ നല്ല വിദ്യാഭ്യാസം കിട്ടി, നഗരത്തിൽ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിയാണ് ജീവിച്ചത്. ഇനി വളർന്നു വലുതായപ്പോഴും സച്ചിയേട്ടൻ ഇവിടെ വന്നപ്പോൾ അമ്മയ്ക്കൊരു അകൽച്ചയാണ്. അമ്മ ഒരിക്കലും സച്ചിയേട്ടനെ ഒരു മോനായിട്ട് പോലും കണ്ടിട്ടില്ലാത്ത പോലെയാണ് പെരുമാറുന്നത്. എനിക്ക് തന്നെ പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്, അമ്മയുടെ മോൻ തന്നെയാണോ സച്ചിയേട്ടൻ എന്ന്. അപ്പോൾ ആമി പറയാം, ആൻറ്റി സച്ചിയേട്ടനോട് ഇപ്പോഴും അടുപ്പം കാണിക്കാറില്ലല്ലേ രേവതി എന്ന് ചോദിക്കുക.
ഇല്ല, ഇപ്പോഴും അടുപ്പം കാണിക്കാറില്ല. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തേ ചെയ്യാറുള്ളൂ. അതുപോലെ എന്നോടുള്ള ദേഷ്യം കൊണ്ടുകൂടി സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തും. ഞങ്ങളോട് രണ്ടുപേരോടും അമ്മയ്ക്ക് ഒരു താല്പര്യമില്ല. ഇവിടെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു റൂം പോലും കിടക്കാനില്ല. സച്ചിയേട്ടനെ ഈ വീട്ടിലെ ഒരു അംഗമായിട്ട് പോലും കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താ അതിന് പിന്നിലത് കാരണമെന്ന് സച്ചിയേട്ടനോട് ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. ആമിക്കറിയാലോ കുട്ടിക്കാലത്തെ കഥകൾ. ആമി എന്നോട് തുറന്നു പറയണമെന്ന് പറയാ. അപ്പം പറയുന്നുണ്ട്, അത് പറയാൻ രേവതി, ഞാൻ പറയാം എല്ലാ കാര്യങ്ങളും. ഞാൻ സമയമാകട്ടെ, ആ സമയത്ത് ഞാൻ പോകുന്നതിന് മുമ്പ് രേവതിയോട് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കൂടി കഴിഞ്ഞു പോവാണ്, കളിച്ചിരികളും രസങ്ങളും ഒക്കെ ആയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ 2 ആഴ്ചത്തെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര തിരിച്ചിങ്ങെത്തുക. ചന്ദ്ര ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ രവി ചോദിക്കുന്നുണ്ട്, ആഹാ, നിന്റെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞോ? ഇപ്പം തിരിച്ചു വരാറായോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര ചോദിക്കുക, അതെന്താ നിങ്ങളിപ്പം അങ്ങനെ ചോദിക്കുന്നത്? ഞാനിപ്പോൾ വരണ്ടായിരുന്നെന്നായിരുന്നോ നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പം രവി പറയും, അതൊന്നുമല്ല. എന്നാലും രേവതി മോക്ക് വയ്യാതായപ്പോൾ തന്നെ നീ പോയതുകൊണ്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ അതും ഇതുമൊക്കെ പറഞ്ഞു നീ മനഃപൂർവ്വം പോയതാണെന്നും എനിക്ക് നിന്നെ പേടിയായതുകൊണ്ട് നീ പോയതിനെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ല എന്നും ഒക്കെ. അപ്പോൾ ചന്ദ്ര പറയാം, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക്, എനിക്ക് പോയിട്ട് വന്ന ക്ഷീണമുണ്ട്, ഞാൻ റൂമിലോട്ട് പോട്ടെ, എനിക്ക് രേവതിയുടെ കാര്യവും ഒന്നും കേൾക്കണ്ടെന്ന് പറയാം. അപ്പോൾ അങ്ങോട്ട് കയറി പോകുമ്പോഴേക്കും ആമിയെ കാണുക. അപ്പോൾ അവിടെ നിന്നിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ ഇത്, ആരാ ഇത് എന്ന് ചോദിക്കുക. അപ്പോൾ ആമി പറയുന്നുണ്ട്, ആൻറ്റിക്ക് എന്നെ മനസ്സിലായില്ലേ? അല്ല, എനിക്ക് മനസ്സിലായില്ല. ആരാ നീ? ഇപ്പം ഈ സമയത്ത് ഇവിടെ വന്ന് കയറിയ നീ ആരാ? എൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുമ്പോൾ മനസ്സിലായില്ലേ എന്ന് നീ എന്നോട് ചോദിക്കുന്നോ? അപ്പോൾ ആമി പറയാം, അല്ല, ഞാൻ പണ്ട് അച്ഛമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള അങ്കിളുടെ തറവാട്ട് വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന സച്ചിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായ കൂട്ടുകാരിയാ ആമി. ഓ, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് നിന്നെ. അവൻ്റെ പുറകെ വാലായിട്ട് നടന്നത്, അവൻ്റെ എല്ലാ തോന്നിയാസത്തിനും കൂട്ടുനിന്ന് അവനെ ഈ അവസ്ഥയിൽ വരെ എത്തിച്ചത് നീയാ. ഇപ്പം എന്താവോ കുറ്റിയും പറിച്ചു വന്നത്? നീ നാട്ടിലൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അമ്മ പറയും, ഇല്ല, ഞാൻ കാനഡയിലായിരുന്നു ആൻറ്റി. ഇപ്പോൾ വന്നപ്പം സച്ചി ഒന്ന് കാണണം, അവൻ്റെ ഫാമിലി ഒന്ന് കാണണം എന്നൊക്കെ തോന്നിയപ്പോൾ നേരെ ഇങ്ങോട്ട് വിട്ടു. ഇവിടെ വന്നപ്പോഴല്ലേ സച്ചിയുടെ ഭാര്യ കാല് വയ്യാതെ ഇരിക്കുകയാണ്, ആൻറ്റി ഈ വീട്ടിലില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോകാമെന്ന് വെച്ചു. എനിക്കിവിടെ നാട്ടിൽ വേറെ ആരും അധികം ഇല്ലെന്ന് ആൻറ്റിക്ക് അറിയാലോ. ഓ, വേറെ ആരും അധികം ഇല്ലാത്തതെല്ലാം കുറ്റിയും പറിച്ച് ഇങ്ങോട്ടാണോ വരുന്നത്? ഞാൻ 10 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നാൽ ഇവിടെ വന്ന് താമസിക്കാൻ ആൾക്കാരുടെ ബഹളമായിരിക്കല്ലേ? ഇപ്പോൾ രവി പറയും, എന്താ ചന്ദ്ര നീ ഇങ്ങനെ പറയുന്നത്? ആമിയോട് എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൾ 2 ദിവസം കൂടെ നിന്നിട്ട് പോവല്ലേ, നമ്മുടെ ഗസ്റ്റ് അല്ലേ അവള്. ഓ, ഗസ്റ്റ് എന്നും പറഞ്ഞ് റൂമിലേക്ക് കയറി പോവാ ചന്ദ്ര. അപ്പോൾ രവി പുറകെ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാം, ചന്ദ്ര നിൽക്കവിടെ നിൽക്ക്, എന്താ നിങ്ങൾക്ക് എന്താ? അല്ല, ആ റൂമിൽ ആമിക്ക് ഞാൻ ആ റൂം കൊടുത്തിരിക്കുക, നമ്മുടെ റൂം ആമിക്ക് കൊടുത്തിരിക്കുക എന്ന് പറയുമ്പം ചന്ദ്ര പറയും, ആഹാ, നമ്മുടെ റൂം വന്ന് കയറിയൊക്കെ കൊടുക്കാനോ? ഇതെന്താ നിങ്ങൾ കാണിച്ചത്? ഞാൻ 4 ദിവസം മാറി നിന്നപ്പം ആ റൂമിലേക്ക് വേറൊരുത്തി വിളിച്ച് കയറ്റിയിരിക്കുന്നോ? നിങ്ങൾക്ക് എന്ത് തോന്നിയാസം കാണിക്കാവുന്നതാണോ? അല്ല, ആമി ഒരു ഗസ്റ്റ് അല്ലേ, നമ്മുടെ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം നിൽക്കാൻ വരുമ്പം അവൾക്ക് റൂം കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അവളോട് മാറാൻ ഞാൻ പറയാം ചന്ദ്ര എന്ന് പറയാം. ആ ശരി, പറ അവളോട്, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് റൂമിലേക്ക് കയറിയിട്ട് ചന്ദ്ര ആമിയുടെ ഡ്രസ്സും ബാഗും ഒക്കെ എടുത്ത് വെളിയിലോട്ടിടുക. അപ്പോൾ ആമി വരും, എന്താ ആൻറ്റി ഇത്? അല്ല, ഇത് എൻ്റെ റൂമാണ്, ഈ റൂമിൽ കിടക്കുന്നത് ഞാനാ. അങ്ങനെയുള്ളിടത്ത് വേറൊരാൾ കയ്യേറേണ്ട ആവശ്യമില്ല. ഇനി ഈ റൂം നിനക്കില്ല, നീ വേറെ എവിടെയാന്ന് വെച്ചാൽ പോയി കിടന്നോളെന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട് ആമി, അത് കുഴപ്പമില്ല ആൻറ്റി, ഞാൻ രേവതിയുടെ കൂടെ കിടന്നോളാമെന്ന് പറയുകയാണ്. അങ്ങനെ ബാഗൊക്കെ എടുത്ത് രേവതിയുടെ റൂമിൽ കൊണ്ടുവയ്ക്കുക. ചന്ദ്രയാണെ അട്ടഹാസം മുഴക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രേവതി വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ ആമിയോട്, ആമി എന്താ ഇത്? ആമി പോകുന്നതിന് മുമ്പ് എന്നോട് ആ സത്യം പറയില്ലേന്ന് ചോദിക്കുമ്പോൾ ആമി പറയാ, ഞാൻ പോകാറായി, ഇനിയിപ്പോൾ അധിക ദിവസമൊന്നും ഞാനിവിടെ നിൽക്കില്ല. കാരണം ആൻറ്റി കൂടി വന്നല്ലോ, ഇനിയിപ്പോൾ ഇവിടെ ഈ വീട്ടിൽ റൂം പോലും ഇല്ല. മാത്രമല്ല ആൻറ്റി ഞാനും കൂടെ ചേരാൻ പോകുന്നില്ല, അതുകൊണ്ട് അടുത്ത് തന്നെ ഞാൻ പോകും രേവതി എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ആ സത്യം എന്നോട് പറഞ്ഞിട്ട് പോണേ, ഞാൻ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ സച്ചി എന്നോടത് ചോദിക്കാനും പോവില്ലെന്ന് പറയുമ്പോൾ ആമി പറയാം, അതെ, ഒരു കഥയാണതെന്ന് പറയാം. അതേസമയം നമ്മുടെ ചന്ദ്രയാണ് അപ്പം റൂമിലേക്ക് വരിക. ആമിയെ കണ്ട് സംസാരിച്ച് ചൂടാവാനും രേവതിയോട് ദേഷ്യപ്പെടാനും ഒക്കെ ആയിട്ട് വരുന്ന സമയത്താണ് നമ്മുടെ ആമി ഈ കഥ പറയുന്നത് കേട്ടോ. ആമിയും അതുപോലെ സച്ചിയും സുധിയും എല്ലാം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹെഡ് മാസ്റ്ററിൻ്റെ തലയിൽ കല്ല് വെച്ചെറിഞ്ഞെന്നുള്ള കുറ്റത്തിനാണ് കേട്ടോ നമ്മുടെ സച്ചി ശിക്ഷിക്കപ്പെടുന്നത്. ഹോംവർക്ക് ചെയ്തിട്ട് വരാൻ പറയുമ്പോൾ നമ്മുടെ സുധിയാണെങ്കിൽ ഹോംവർക്ക് ചെയ്യാതെ വരികയും ഹെഡ് മാസ്റ്റർ സുധി അടിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ദേഷ്യത്തിൽ സുധി കല്ലെടുത്ത് എറിയാണ് ഹെഡ് മാസ്റ്ററിൻ്റെ തലയ്ക്ക്.
അങ്ങനെ പരിക്ക് പറ്റി ആശുപത്രി കിടന്ന ഹെഡ് മാസ്റ്റർ മരിച്ചു പോവാ. അപ്പോഴേക്കും ഈ തെറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിക്കുമ്പം സുധി ചൂണ്ടിക്കാണിക്കുന്നത് സച്ചിയാണ് കേട്ടോ. സച്ചി പറയുന്നുണ്ട് ഞാനല്ലെന്ന്. പക്ഷെ ആരും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അതിനുശേഷം സുധി പറയാണ്, ദേ ഇവനാണ്, ഈ കള്ളനാണ് അത് ചെയ്തതെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിലേക്ക് സച്ചിയെ വലിച്ചിടുകയാണ്. ഇതിൻ്റെ എല്ലാം ദൃക്സാക്ഷിയായിരുന്നു ആമി പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല. സച്ചിയാണെങ്കിൽ ആ കുറ്റം ഏറ്റെടുത്തു. സച്ചി പറഞ്ഞു ഞാൻ തന്നെ ചെയ്തതാണെന്ന്. അങ്ങനെ സച്ചി ജുവനൈൽ ഹോമിൽ കുറേ കാലം കഴിഞ്ഞു. അതിനുശേഷം സച്ചിയുടെ അമ്മയ്ക്ക് സച്ചിയോട് യാതൊരു താല്പര്യമില്ല. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുകയും ഒരു കൊലപാതകയാകുകയൊക്കെ ചെയ്ത മോനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്താൻ അവർക്ക് താല്പര്യമേ ഇല്ലായിരുന്നു. അതുകൊണ്ട് വീട്ടിലേക്ക് അടുപ്പിച്ചേയില്ല. അച്ചമ്മയുടെ കൂടെ നിന്ന് കുറഞ്ഞ വിദ്യാഭ്യാസമൊക്കെ നാട്ടിൻപുറത്ത് വെച്ച് മാത്രം കിട്ടി സച്ചി വളർന്നു. അമ്മ ഇപ്പോഴും അതുകൊണ്ടാണ് സച്ചിയെ സ്നേഹിക്കാത്തത്. സുധി അവനുണ്ടല്ലോ, ആ പെരുങ്കള്ളൻ, അവൻ കാണിച്ച കള്ളത്തരവാ. അവൻ ചെയ്ത തെറ്റ് സച്ചി ഏറ്റെടുക്കുമായിരുന്നു. സച്ചിക്ക് അറിയാമെങ്കിലും സച്ചി അത് എതിർത്തില്ല. എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും സച്ചി പറഞ്ഞു ഞാൻ തന്നെയാണ് ചെയ്തതെന്ന്, ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് ഇപ്പോഴും ആ പാവം അമ്മയുടെ അച്ഛൻ്റെ മുമ്പിലൊക്കെ കുറ്റവാളിയായിട്ട് നിൽക്കുകയാണ്. അമ്മയുടെ സ്നേഹത്തിനായിട്ട് ആ മനുഷ്യൻ ദാഹിക്കുകയാണെന്നൊക്കെ പറയാം. അപ്പോൾ ഇത് കേട്ടോണ്ടാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര വരുന്നത്. ചന്ദ്രയ്ക്ക് അങ്ങ് ഇത് കേൾക്കുമ്പോൾ ഞെട്ടലാവുക. ചന്ദ്ര ബോധം കെട്ട് വീഴുക. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാം, അത് രവിയേട്ടാ നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ സച്ചിയുടെ ഈ കാര്യം? എന്നിട്ട് നിങ്ങൾ എന്താ എന്നോട് വെളിപ്പെടുത്താതിരുന്നത്? അപ്പോൾ രവി പറയും എനിക്കറിയായിരുന്നു, അറിഞ്ഞപ്പോൾ ഒരുപാട് വൈകിപ്പോയി. പിന്നെ നിന്നോടത് പറഞ്ഞിട്ടില്ല, കാര്യമില്ലാന്ന് തോന്നിയില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയണം. അപ്പോൾ പറയാം എൻ്റെ സച്ചി മോനോട് ഞാൻ എന്തുമാത്രം ദ്രോഹം ചെയ്തു, അവനെ എന്തുമാത്രം ഞാൻ വെറുത്തു, ആവശ്യമില്ലാതെ എന്തോരം കുറ്റപ്പെടുത്തി. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതവും ഭാവിയും ഒക്കെ നശിപ്പിച്ചത് ഞാനാ. ഈ സുധി, ഈ നാശം പിടിച്ചവൻ കാരണം ഇതൊക്കെ സംഭവിച്ചത്. എനിക്ക് എൻ്റെ സച്ചിയോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞ് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുക. സച്ചി മോനെ, എന്നോട് ഈ അമ്മയോട് നീ ക്ഷമിക്കണം. നിനക്ക് ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നല്ലോ എൻ്റെ കുഞ്ഞെ. ഇത്രയും വർഷം ഞാൻ നിനക്ക് നഷ്ടപ്പെടുത്തിയില്ലേ? ഒരമ്മയുടെ അച്ഛൻ്റെ സ്നേഹം കിട്ടാതെ കരുതൽ കിട്ടാതെ നീ വളർന്നില്ലേ? ഇപ്പോഴും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ പേരിലായിരുന്നു. നിന്നെക്കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല മോനെ. ഈ അമ്മയ്ക്ക് ഈ ഒരു ജന്മം ഉണ്ടെങ്കിലും ഈ പാപം കഴുകി തീർക്കാൻ പറ്റില്ലെന്നറിയാം. നീ എന്നോട് ക്ഷമിക്കണേ മോനെ എന്നൊക്കെ പറഞ്ഞ് പോയി സച്ചിയെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്